UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സിംഗപ്പൂരിൽ പോയി. സിംഗപ്പൂരിലെ മാതൃകയിൽ വിദ്യാഭ്യാസ മേഖലയിലും സമഗ്രമായിട്ട് വികസനം കൊണ്ടുവരാൻ നോക്കുന്നു. ഇവിടെ സുപ്രീം കോടതി കേരളത്തോട് ചോദിക്കുകയാണ് ശബരിമല വല്ലതും ബാക്കിയുണ്ടോ. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തെ ഇന്ത്യയിലെ നിരവധി ആൾക്കാർ, BJPക്ക് അകത്തും പുറത്തുള്ള ആൾക്കാർ, മോഡിയുടെ കാലം കഴിഞ്ഞ് അടുത്ത പ്രധാനമന്ത്രി വരെയായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു തീവ്ര ഹിന്ദു നിലപാടുകാരനാണ്, അതവിടെ നിൽക്കുന്നുണ്ട്. അത്തരം ഒരു വ്യക്തി മുൻകാലങ്ങളിൽ ഭരണപരിചയമൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും UPയിൽ മുഖ്യമന്ത്രി ആയതോട് കൂടിയിട്ട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഭരണാധികാരിയായിട്ട്, വ്യത്യസ്തനായ, മിടുക്കനായ, നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു. വ്യക്തിപരമായിട്ട് വളരെയധികം നൈപുണ്യങ്ങളുള്ളൊരു വ്യക്തി, നിപുണനായ ആൾ, ഗുണങ്ങളുള്ള വ്യക്തി, വ്യക്തി ഗുണങ്ങളുള്ള ആൾ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളാണ്. സുരക്ഷയെ സംബന്ധിച്ച വീക്ഷണങ്ങളും വികസനത്തെ സംബന്ധിച്ച വീക്ഷണങ്ങളും ഇത് കൃത്യമായിട്ട് ഉള്ള ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു പ്രത്യേകമായിട്ട് എപ്പോഴും തോന്നാറുള്ളത് അദ്ദേഹം ഒരു നാഥ സമ്പ്രദായത്തിലെ സന്യാസിയാണെന്നുള്ളതാണ്. യോഗി ആദിത്യനാഥ് എന്നാണല്ലോ പറയുക. നാഥ സമ്പ്രദായം, പരമഗുരുവായിട്ട് ശിവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ സമ്പ്രദായത്തിലെ ഗുരുക്കന്മാർ, ഇവരുടെ ഏറ്റവും വലിയ ഗുരു പിന്നെ ശിവൻ കഴിഞ്ഞാൽ പിന്നെ മത്സ്യേന്ദ്രനാഥനാണ്. 18 തമിഴ് സിദ്ധന്മാരിൽ മച്ചമുനി എന്നറിയപ്പെടുന്ന മത്സ്യേന്ദ്രനാഥൻ. അദ്ദേഹത്തിന് ശേഷം ഗോരഖ്നാഥൻ എന്നൊരു ഗുരു വരും. ഗോരഖ്നാഥൻ തമിഴിൽ കൊരക്കർ എന്നാണ് അറിയപ്പെടുന്നത്. ആ കൊരക്കർ എന്ന ഗോരഖ്നാഥൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. അതായത് വെള്ളിങ്കിരി മല എന്നൊരു മലയുണ്ട് കോയമ്പത്തൂരിനടുത്ത്. അവിടെ ജനിച്ച ആളാണ് ഗോരഖ്നാഥൻ എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ സമാധിയും തമിഴ്നാട്ടിൽ തന്നെയാണ്. ആ ഗോരഖ്നാഥൻ വളരെയധികം അദ്ദേഹത്തിൻ്റെ നാഥസമ്പ്രദായത്തിലെ സന്യാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ സ്ഥലം UPയും നേപ്പാളുമാണ്. നേപ്പാൾ രാജകുടുംബത്തിൽ തന്നെ കുലഗുരുവായിട്ടാണ് ഗോരഖ്നാഥൻ. അതുകൊണ്ട് തന്നെ നേപ്പാൾ രാജാക്കന്മാർ ഗോരഖ്പൂരിലെത്തിയിട്ട് ഗുരുനാഥ ക്ഷേത്രത്തിൽ വന്ന് പൂജ കഴിക്കും. ഇതിപ്പോഴും ആ സമ്പ്രദായമുണ്ട്. അവിടെ നേപ്പാൾ രാജാവിനും നേപ്പാളി ജനതയ്ക്കും ഏറ്റവും ആരാധ്യനായിട്ടുള്ള വ്യക്തി മനുഷ്യനാരെന്ന് ചോദിച്ചാൽ അതൊരു നേപ്പാളിയല്ല, അത് ഗോരഖ്നാഥൻ്റെ മുഖ്യ പൂജാരിയാണ്. ആ മുഖ്യ പൂജാരി എന്ന് പറയുന്ന ആളിലെ മഠാധിപതി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഇപ്പോൾ അത് യോഗി ആദിത്യനാഥാണ്. അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗുരുവായ മഹന്ത് അവൈദ്യനാഥായിരുന്നു. മഹന്ത് അവൈദ്യനാഥിൻ്റെ സമാധിക്ക് ശേഷം ആ ചുമതലയിലേക്ക് അവരോധിക്കപ്പെട്ടത് നമ്മുടെ ഇപ്പോഴത്തെ UP മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥാണ്. ഏതാണ്ട് 1998 തൊട്ട് മഹന്ത് അവൈദ്യനാഥ് MP ആയിരുന്നു കേട്ടോ. അപ്പം അതിനുശേഷം ആദിത്യനാഥ് തന്നെ MP ആയി. 5 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളും കൂടിയാണ്. അപ്പോൾ നമുക്കൊരു സംശയം വരും, ഈ സന്യാസിക്ക് ഈ പറഞ്ഞ രാഷ്ട്രീയം, അതുപോലെ തന്നെ ഭരണവ്യവസ്ഥയുടെ ഭാഗമാവുക, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോയെന്ന്. പക്ഷേ ഈ നാഥസമ്പ്രദായത്തിലെ സന്യാസിമാർ അവർ രാജ്യരക്ഷകരായിരുന്നു. ആവശ്യം വരുമ്പോൾ വാളെടുത്ത് പോരാടുമായിരുന്നു. മുഗൾ ഭരണകാലത്ത് നാഥസമ്പ്രദായത്തിലെ സന്യാസിമാരുടെ സൈന്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. അവർ രാജ്യത്തെ രക്ഷിക്കാൻ ഇറങ്ങും. അല്ലെങ്കിൽ രാജാക്കന്മാരോട് പറയും, ഈ ചെയ്യണം ശരിയല്ല, പ്രവർത്തനം ശരിയാക്ക്, ശത്രുക്കൾ വരുന്നു, അവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് രാജാവിനെ ശരിക്കും പറഞ്ഞാൽ അവർ അഹിംസയോ അല്ലെങ്കിൽ സാത്വികത്വമോ അല്ലെങ്കിൽ വെജിറ്റേറിയൻസോ ഒന്നും അല്ല പഠിപ്പിക്കുന്നത്. ധീരനായിട്ടിരിക്കാനും രാജ്യത്തെ രക്ഷിക്കാനും രാജാവിനോട് ആഹ്വാനം ചെയ്യുന്ന ഒരു സന്യാസി സമൂഹമാണ് ഈ നാഥസമ്പ്രദായക്കാർ. ഇന്ത്യയുടെ ശരിയായ സന്യാസമ്പ്രദായം പറയേണ്ടത് നാഥസമ്പ്രദായം എന്നാണ്. ഇന്ത്യക്ക് ചേരുന്ന, സത്യം പറയാമല്ലോ, അത്തരം സമ്പ്രദായത്തിലെ ഒരു സന്യാസി ഒരു മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുമ്പോൾ എനിക്ക് ഒരു അത്ഭുതമില്ല. അയാൾ ഇതൊക്കെ ചെയ്യും. കാരണം അവരുടെ കൾച്ചറിൽ ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള സംസ്കാരമുണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റില്ല. അത് അവരുടെ ഗുരുകുലത്തിൻ്റെ ഒരു ഭാഗമാണ്. നാഥ ഗുരുകുലങ്ങൾക്ക് രാജ്യരക്ഷ എന്ന് പറയുന്നത് എവിടെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവർ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ പണ്ട് വാളെടുത്ത് പോരാടിയതും രാജാക്കന്മാരെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചതും. പല പല രാജാക്കന്മാരുടെയും രാജഗുരുക്കന്മാർ, മുഗളന്മാരോടൊക്കെ പോരാടിയ ആൾക്കാരുടെ ഗുരുക്കന്മാരെ സന്യാസിമാരാണ്. അതൊക്കെ അന്വേഷിച്ച് തന്നാൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ നാഥസമ്പ്രദായത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അവർ അതിധീരന്മാരാണ്, ഭയത്തിന് വിട്ടുകൊടുക്കാത്ത വ്യക്തികൾ. അത്തരം ഒരാൾ രാജഗുരുവല്ല, രാജാവ് തന്നെ ആയ പോലെ ഒരു മുഖ്യമന്ത്രി ആയപ്പോൾ. അപ്പോൾ UPയിൽ സംഭവം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളത്, യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ഇലക്ഷൻ പ്രചാരണം നടത്തിയല്ല BJP UP എന്ന് പിടിച്ചത്. 300 സീറ്റും പിടിച്ച് UP അധികാരത്തിൽ കയറി. അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ മോഡിയും അമിത്ഷായും കൂടെ തീരുമാനിച്ചു, UPയുടെ മുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹം മതി,
യോഗി ആദിത്യനാഥ് മതി, നേരെ അങ്ങ് അദ്ദേഹം മുഖ്യമന്ത്രിയായി. അതിനുശേഷം അദ്ദേഹം പിന്നീട് വരുന്ന അടുത്ത ഇലക്ഷനിലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അന്നും BJP ജയിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വം കൊള്ളാം, അത് ശക്തമാണ്, ജനങ്ങൾക്കതിൽ വിശ്വാസമുണ്ട്. അദ്ദേഹം വികസനം കൊണ്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് നാടിൻ്റെ രക്ഷ അദ്ദേഹം ഉറപ്പാക്കി. യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ ക്രിമിനലുകൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇല്ല, അതൊരു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റു പലയിടത്തുമൊക്കെ എൻകൗണ്ടറാണ്. ഒരുത്തൻ കുറ്റവാളി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, ഇല്ല പോലീസിനെ തോക്ക് പിടിച്ച് വാങ്ങി വെടിവെച്ചു, അവനെ പോലീസ് വെടിവെച്ചു. ഇവിടെ പലപ്പോഴും പോലീസിൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആവുക, പാറ്റേൺ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവം കുറ്റവാളിയാണോ ക്രിമിനലാണോ സമൂഹത്തിന് ഭീഷണിയാണോ ഇടമുണ്ടാവില്ല, അയാൾ തീർത്ത് കളി. അങ്ങനെ UP സത്യം പറഞ്ഞാൽ ശുദ്ധമാക്കി, ക്രിമിനൽസിൽ നിന്ന് മോചിപ്പിച്ചു. എത്രയോ പെൺകുട്ടികളെ നശിപ്പിച്ചവന്മാരുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സ്ഥലം കയ്യേറ്റങ്ങൾ, കൊള്ളയടിക്കൽ, ഗുണ്ടായിസം. ഇവിടെ ഓരോ ഏരിയയിൽ ഇതുപോലത്തെ ഗുണ്ടാ സംഘങ്ങളുണ്ടായിരുന്നു. ഇതിനെ ഓരോന്നിനെയായിട്ട് ഒതുക്കി അനേകം ക്രിമിനലുകളെ ജയിലിലെത്തിച്ചു, കുറേ പേര് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെ ആദ്യം തന്നെ രാജ്യത്ത് സേഫ്റ്റിയുടെ ഒരു എൻവയോൺമെൻറ്റ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സേഫായി മാത്രമല്ലേ നാട്ടുകാർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങളെ അദ്ദേഹം സ്വന്തം രാജ്യത്തേക്ക് അല്ലെ സ്വന്തം സംസ്ഥാനത്തേക്ക് എത്തിച്ചു. അവിടെ കൊണ്ടുവന്ന് അവരോട് ബിസിനസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ UP വലിയൊരു ഫിലിം സിറ്റി തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ സിനിമാ തലസ്ഥാനം എന്നുള്ളത് മുംബൈയിൽ നിന്ന് UP മാറുമോ എന്ന് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അതുപോലുള്ള ഡെവലപ്മെൻറ്റ്സ് അവിടെ വരുന്നുണ്ട്, സ്മാർട്ട് സിറ്റികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ പലതും അദ്ദേഹം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ആ വികസന പ്രവർത്തനങ്ങളുടെ പരമ്പരയിലെ അവസാനത്തെ കാര്യമാണ് ഇപ്പം സിംഗപ്പൂർ പോയിരിക്കുന്നവരുടെ. എനിക്ക് അത്ഭുതമല്ലേ, ഇവിടെ പണ്ടൊക്കെ നാട്ടുകാർ പല രാഷ്ട്രീയക്കാരും പറയും കേരളത്തെ ഇല്ലെങ്കിൽ ചെന്നൈയെ സിംഗപ്പൂർ പോലെ വികസിപ്പിക്കും. ഞാൻ കുറേ കേട്ടിട്ടുള്ള ഡയലോഗാണ്. ഈ സിംഗപ്പൂർ പോലെ വികസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആരും തന്നെ ഒന്ന് സിംഗപ്പൂരിൽ പോയിട്ട് എന്താ വികസനം പഠിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇല്ല അവിടുത്തെ ഒരു വികസന മോഡൽ ഇവിടെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടോ, എനിക്ക് ഓർമ്മയില്ല. സത്യത്തിൽ സിംഗപ്പൂർ ഒരു ഐഡിയൽ സ്ഥലമാണ്. ഏരിയ കുറച്ചേ ഉള്ളൂ, ധാരാളം ജനങ്ങൾ, അതുകൊണ്ട് ജീവിത ചെലവ് കൂടും, പ്രത്യേകിച്ച് അവിടെ വാടക വളരെ കൂടുതലാണ്. എങ്കിലും സിംഗപ്പൂർ രസകരമാണ്. ഈ ലോകത്തിൻ്റെ ഒരു ബിസിനസ് ക്യാപിറ്റലാണ് ഹോങ്കോങ്ങും സിംഗപ്പൂരും ഒക്കെ. ആ പ്രദേശങ്ങൾക്ക് അതിൻ്റെ ഒരു വലിയൊരു മികവുണ്ട്, നല്ല രീതിയിൽ ബിസിനസ് നടന്നു. സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ലോകത്ത് തന്നെ ഞാൻ പോയിട്ടുള്ള എയർപോർട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സിംഗപ്പൂരിലെ എയർപോർട്ടാണ്. വളരെ വലുതാണ്. അവിടെ ഉണ്ടൊരു കാവേരി റെസ്റ്റോറൻ്റൊക്കെ, ഇന്ത്യൻ ഭക്ഷണമൊക്കെ കിട്ടുന്ന അങ്ങനെയൊക്കെ. ലോകത്തിൻ്റെ ഒരു എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ നോക്കിവിടെ കാണാം. അതിങ്ങനെ 24 hours ഒരു എയർപോർട്ട് നിറഞ്ഞു കഴിഞ്ഞ ആൾക്കാർ. അതും ചെറിയ എയർപോർട്ടൊന്നുമല്ല, വളരെ വലുതാണ്. എയർപോർട്ടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകാൻ അകത്തൂടെ ഓടുന്ന ഒരു ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസകരം. പിന്നെ അതിനകത്തൊരു ചിത്രശലഭ പാർക്കും ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ, പക്ഷേ അത് കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ പല രസങ്ങളുമുണ്ട്. പിന്നെ എയർപോർട്ടിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റിന് ടൈമുണ്ടെങ്കിൽ, കുറേ മണിക്കൂറുകളുണ്ടെങ്കിൽ ഒരു ടൂറ് അവർ ഇത് ചെയ്ത് തരും. നമുക്ക് സിംഗപ്പൂർ വിസയൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ അവർ കൊണ്ടുപോകുന്ന ഒരു സ്റ്റിക്കർ ദേഹത്ത് പതിപ്പിക്കും, നമ്മൾ എന്നെ പോലെ വന്നേക്കണ ആളാണ് എന്ന് കാണിക്കുന്നത്. അപ്പം അങ്ങനെ അവിടെ അമേരിക്കൻ വിസയൊക്കെ നമുക്കുണ്ടെങ്കിൽ സിംഗപ്പൂർ ഇറങ്ങി എവിടെയും പോകാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ സിംഗപ്പൂരിൽ പുറത്ത് സ്ഥലങ്ങളൊക്കെ കണ്ട്, അതും ഒരു ടൂറിസമാണേ. അവിടെയും സർക്കാരിന് വരുമാനമാണല്ലോ, ആൾക്കാർ ഓരോ സ്ഥലങ്ങൾ കാണുന്നു, ഓരോന്ന് വാങ്ങുന്നു, അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പം ഒരു എന്തിനാ 6 മണിക്കൂർ എയർപോർട്ടിൽ കുത്തിയിരിക്കണേ, അവനെ അങ്ങനെ ഇരുത്താണ്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു ബിസിനസ്സാണ് അവിടെ. അതൊരു വരുമാനമാക്കി മാറ്റുന്നു. അങ്ങനെ സിംഗപ്പൂർ കുറേ ഐഡിയലായിട്ടുള്ള ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിംഗപ്പൂരിൻ്റെ വികസനത്തിൽ പല ഇന്ത്യക്കാർക്കും പങ്കുണ്ടായിരുന്നു. ഒന്നാമത് സിംഗപ്പൂർ സിംഹപുരമാണ് സിംഗപ്പൂർ. അത് തമിഴ്നാട്ടുകാർ പോയിട്ട് അവിടെ പണ്ട് പല്ലവന്മാരുടെയും ചോളന്മാരുടെയൊക്കെ കാലത്ത് വികസിപ്പിച്ചെടുത്ത തമിഴ് പ്രദേശങ്ങളുണ്ട്. അന്ന് തൊട്ടേ തമിഴന്മാരവിടെ ഉണ്ട്. അതുകൊണ്ട് തമിഴ് ഭാഷ അവിടുത്തെ സിംഗപ്പൂരിൻ്റെയൊക്കെ നോട്ടിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഇന്ത്യയായിട്ടൊരു അഭേദ്യ ബന്ധമുള്ള സ്ഥലമാണ്. എന്നാൽ ഇന്ത്യ മാതൃകയാക്കേണ്ട ഒരു വികസനം അവിടെ വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ പലരും സിംഗപ്പൂർ പോലെ ആക്കും. ആ ഡയലോഗ് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കണ ആരെയും കണ്ടിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് ശ്രമിച്ച് കണ്ടിരിക്കുന്ന ആളാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒരു സിംഗപ്പൂർ സിറ്റി UP കൊണ്ടുവരാൻ പോവുക. അപ്പം അങ്ങനെ ഒരു മാതൃക ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ഞാൻ നോക്കിയിട്ട് അദ്ദേഹം 2 കാര്യങ്ങളിലാണ് സിംഗപ്പൂരിൻ്റെ മാതൃകയാക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞ വികസനം, അതായത് അവിടെയുള്ള തരം വികസന മോഡൽ, അത് ബിൽഡിങ്സ് ആവാം, അവിടുത്തെ സോഫ്റ്റ്വെയർ പോലുള്ള കാര്യങ്ങൾ, അൽഗോരിതം വെച്ചുള്ള കുറേ കാര്യങ്ങളുണ്ടാവാം,
അവിടുത്തെ ക്ലീൻലിനെസ്, ഒരു സിറ്റി ആസ് എ സ്മാർട്ട് സിറ്റി എങ്ങനെയാണോ അത്. രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസമാണ്. സിംഗപ്പൂരിൽ ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ വിദ്യാഭ്യാസ ശൈലി എങ്ങനെ ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ സംവിധാനങ്ങൾ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹം നോക്കുന്നുണ്ട്. ഒരു കാര്യമുണ്ട്, നമ്മുടെ IIT എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അത്രയും മികച്ചവയാണ്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഖ്യാതി IIT-കൾക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. ആ ലോകോത്തരമായ മികവ് എന്ന് പറയുന്നത് അത് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരാനുണ്ട്. ഒന്നുകിൽ IIT-കളെ കണ്ട് അതുപോലുള്ള രീതിയിൽ കൂടുതലുണ്ടാക്കുക, നല്ല എൻട്രൻസ് ഒക്കെ എഴുതി ഏറ്റവും ടോപ്പ് വരുന്ന കുട്ടികളെ കൊണ്ടുവന്ന് ഏറ്റവും മികച്ച അധ്യാപകരെ കൊണ്ട് ലോകത്തിൻ്റെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം റിസർച്ചും എത്തിക്കുക എന്നുള്ളത്. IIT ഒരു നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി എനിക്ക് വളരെയധികം, ഞാൻ IITസിൻ്റെ ഒരു ഫാനാണ്, പറയാതെ വയ്യ. അതുപോലെ തന്നെ അതേപോലെ മികവുള്ള സ്ഥാപനങ്ങൾ സിംഗപ്പൂരിലുണ്ട്, US-ലുണ്ട്. ഇപ്പം MIT അമേരിക്കയിൽ എല്ലാ ലോകോത്തരമായിട്ട് ആൾക്കാർ പറയുന്നതാണ്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇവിടെ ഉണ്ട്. സിംഗപ്പൂരിലുള്ള സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് 2-3 വലിയ സ്ഥാപനങ്ങൾ വളരെ പ്രശസ്തമാണ് സിംഗപ്പൂരിൻ്റെ. അവിടെ നല്ല റിസർച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ PhD ഒക്കെ എടുത്തിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ചിലപ്പം PhD ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഗേറ്റ് എക്സാമിനേഷൻ പാസ്സായാലും സിംഗപ്പൂരിൽ അഡ്മിഷൻ കിട്ടുന്നു, അങ്ങനെ എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും ധാരാളം പേര് ഇന്ത്യക്കാർ സിംഗപ്പൂർ പോയി അവിടെ പഠിക്കുന്നവരുണ്ട്, പഠിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്, അവിടെ റിസർച്ച് ചെയ്ത് PhD എടുക്കുന്നവരുണ്ട്, PhD എടുത്തതിന് ശേഷം പോസ്റ്റ് ഡോക്കായിട്ട് പോകുന്നവരുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി സിംഗപ്പൂരിന് അടുത്ത് കിടക്കുകയാണ്. തമിഴ്നാട്ടുകാർക്കാണെങ്കിലും വലിയ കാര്യമാണ് സിംഗപ്പൂർ. അങ്ങനൊരു സ്ഥലത്തെ ഒരു മാതൃകയാക്കി എടുത്ത്, ഓക്കെ, ലോകത്ത് പല മാതൃകകളും നമുക്ക് എടുക്കാം. നമുക്ക് പണ്ട് നമ്മുടെ ഒരു MP പറഞ്ഞ പോലെ ബാഴ്സലോണ ഓർമ്മയുണ്ടല്ലോ, തിരുവനന്തപുരത്തെ ബാഴ്സലോണ പോലെയാക്കും, സ്പെയിനാക്കും, പിന്നെ ട്വിൻ സിറ്റി ആക്കും. ഇതൊക്കെ ഈ ആൾക്കാർ കൺസെപ്റ്റ് നല്ലതായിരുന്നു സാർ. അത് ഞാൻ എതിർക്കുന്നില്ല. കാരണം ലോകത്ത് നല്ല മാതൃകയുണ്ട്, നമ്മൾ സ്വീകരിക്കണം. അതിൻ്റെ കുഴപ്പം, അത് സ്വീകരിക്കേണ്ട വളരെ നല്ലത് തന്നെയാണ്. ലോകത്ത് പല കാര്യങ്ങൾക്കും പലതിനും നല്ല നല്ല മാതൃകകളുണ്ടാവും. പക്ഷെ നടപ്പിലാക്കാൻ കോൺഗ്രസിന് പ്രാപ്തിയില്ലാതായി പോയി. അതെ, പിന്നെ എതിർക്കാനായിട്ട് LDF. അത് അതെ, നടപ്പാക്കാൻ പറ്റാത്ത കോൺഗ്രസും പാര വയ്ക്കാൻ പറ്റിയ ഇടതുപക്ഷം. ഇതാണ് വാസ്തവം. കേരളത്തിൻ്റെ ഒരു ഇക്വേഷൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് എപ്പോഴും കേരളം നിന്ന് വിഭിന്നമായിട്ടാണല്ലോ UP ചിന്തിക്കുന്നത്. അത് ഇവിടെ സമരമുണ്ട്, അവിടെ ഇല്ല എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇന്നവിടെ വികസനത്തിൻ്റെ പാതയിലാണ് UP പോകുന്നത്. ഉത്തർപ്രദേശ് ശരിക്കും വികസനത്തിൻ്റെ പാതയിലാണ് പോകുന്നത്. അവിടെ വലിയ വലിയ സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നാളെ മലയാളി ജോലി ചെയ്യാൻ വേണ്ടി UPയിലേക്ക് കുടിയേറേണ്ടി വന്നേക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു വികസനം അവിടെ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് നല്ലതാണ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും ലോകത്തെ വമ്പൻ, അതായത് വികസിത രാജ്യങ്ങൾ ഓരോന്നും വികസിച്ച പോലെ വികസിക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കണം. ഞാൻ ദക്ഷിണ കൊറിയയിൽ 2 കൊല്ലം ഉണ്ടായിരുന്നു. ദക്ഷിണ കൊറിയയുടെ ജനസംഖ്യ 9 കോടി, ഏതാണ്ട് തമിഴ്നാടിൻ്റെ അതേ ജനസംഖ്യ. അതിൻ്റെ സൈസാണെങ്കിലോ തമിഴ്നാടിൻ്റെ അതേ സൈസ്. അപ്പോൾ റിസോഴ്സസ് ആണെങ്കിലോ റിസോഴ്സസ് നമ്മുടെ പകുതിയാണ്, അല്ലെ അത് താഴെയാണ്. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് നമുക്കിവിടെ ഒരു വിവിധ ഋതുക്കൾ വെച്ചിട്ട് നമുക്ക് എല്ലാ സീസണിലും എന്തെങ്കിലും കൃഷി ഉണ്ടാവും. നമുക്ക് നെല്ല് കൃഷി ചെയ്യുന്ന സീസൺ കഴിഞ്ഞാൽ ഉണങ്ങിക്കിടക്കുന്ന നെൽപ്പാടത്ത് പിന്നെ വെള്ളരി, അതുപോലെ തന്നെ പയർ ഒക്കെ ഇടാം. ഈ കൊറിയയിൽ പ്രത്യേകത ഉണ്ട്. 6 മാസം ഒരു കൃഷി, നെല്ലുമൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 6 മാസം ഒന്നും ചെയ്യാൻ പറ്റില്ല, മഞ്ഞ് വീഴും. ഈ മഞ്ഞ് വീഴുന്ന നാടുകളിൽ അത് പ്രശ്നമാണ്. അവർക്ക് മഞ്ഞ് വീഴാത്ത സമയം കൊണ്ട് വേണം എല്ലാം പണിയെടുത്ത് തീർക്കാനായിട്ട്. അപ്പോൾ തന്നെ അവർക്ക് അത്രയും സാധ്യത കുറഞ്ഞു. അപ്പോൾ വിളവ് കിട്ടാനുള്ള വിളവിൽ പല പല സാധനങ്ങളും ഇല്ലാണ്ടാവും. മഞ്ഞ് വീഴുന്ന നാട്ടിൽ പലതും വളരില്ല, അത് പുറമേ നിന്ന് വേണം വരാൻ. അപ്പം പിന്നെയാണെങ്കിലോ അവിടെ മെയിൻ്റനൻസ് ചിലവ് കൂടുതലാണ്. നമ്മുടെ ഇവിടുത്തെ നമുക്കൊരു ബസ് ഓടുന്നു, KSRTC, നമ്മൾ കയറി ഇറങ്ങി. ഈ വണ്ടി ഓടാൻ ഇച്ചിരി പെട്രോളും പിന്നെ അതിനകത്ത് രാത്രിയായാൽ ഒന്ന് ലൈറ്റ് ഇടാൻ പറ്റണം, ഇത്രേ ഉള്ളൂ. ഈ കൊറിയയിലും യൂറോപ്പിലൊന്നും അങ്ങനെയൊന്നുമില്ല, അമേരിക്കയിലൊക്കെ. അവിടെ വേനൽക്കാലമായാലും ഈ ബസ്സിൽ AC ആയിരിക്കും, തണുപ്പ് കാലമായാലും ഹീറ്റർ ഓണാക്കണം. -25 ടെമ്പറേച്ചറിൽ ഹീറ്റർ ഇല്ലാണ്ട് ആ വണ്ടി ഇരിക്കാൻ പറ്റത്തില്ല. വണ്ടി ക്ലോസ്ഡ് ആയിരിക്കണം, പുറമേ നിന്ന് മഞ്ഞ് വന്ന് കയറാൻ പാടില്ല. ഇതിനകത്ത് പ്രോപ്പർ ഹീറ്റിംഗ് സംവിധാനം ഇതിനകത്ത് വേണം, എങ്കിൽ മാത്രമേ. അപ്പോൾ ഒരു വണ്ടി ഓടിക്കാനുള്ള ചിലവ് ആലോചിക്കുക, വെറുതെ പെട്രോൾ പോരാ, അതിനപ്പുറം. അങ്ങനെ വലിയ ചിലവിലാണ് ഈ സിംഗപ്പൂരിൻ്റെ കാര്യമല്ല, കൊറിയയുടെ കാര്യമാണ്. സിംഗപ്പൂർ ട്രോപ്പിക്കൽ പ്രദേശം, അതുകൊണ്ട് ഇത്രയും പ്രശ്നമില്ല, നമ്മളെ പോലത്തെ കാലാവസ്ഥ. അപ്പം പക്ഷേ കൊറിയ അങ്ങനെയല്ല. അപ്പം നമ്മളെക്കാളും റിസോഴ്സസ് കുറഞ്ഞ, ജീവിക്കാൻ ചിലവ് കൂടിയ കൊറിയ. അതെങ്ങനെ നമ്മളെയൊക്കെ വികസിച്ചത് വീക്ഷണം കൊണ്ടാണ്, ഭരണാധികാരികളുടെ വീക്ഷണം കൊണ്ടാണ് വികസിച്ചത്. സത്യം പറഞ്ഞാൽ കൊറിയ വികസിച്ചത് പട്ടാള ഭരണകാലത്താണ്. അതാണ് ഏറ്റവും വലിയ തമാശ. ജനാധിപത്യ ഗവൺമെൻറ്റിനൊക്കെ തൂക്കി ഒരു സൈഡിലാക്കിയിട്ട് പട്ടാള ഗവൺമെൻറ്
ഭരിക്കുകയും അത് അമേരിക്കയുടെ പിന്നെ ഇടങ്കൈ പോലെ നിൽക്കുന്ന രാജ്യമാണ് ഈ കൊറിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അമേരിക്ക എന്ത് പറയണോ അതേ അവിടെ നടപ്പാവുള്ളൂ. അവർക്ക് അവരുടെ ആദ്യത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കൊറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കാലത്ത് അമേരിക്കൻ പ്രസിഡൻറ്റ് 1960s മറ്റുമാണ് അങ്ങേര് കൊറിയയ്ക്ക് വേണ്ടി അങ്ങ് സ്ഥാപിച്ചു കൊടുത്താൽ നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് നന്നാവുന്ന. അങ്ങനെ ആ രാജ്യത്തെ ആദ്യത്തെ ലിഫ്റ്റ് പോലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഞാനിത് കയറിയിട്ടുണ്ട്. അന്നത്തെ 65 മറ്റോ കൊണ്ടുവന്ന് വെച്ച ലിഫ്റ്റ്. ഇന്ന് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ, പണ്ട് ഒരു ചൊല്ലുണ്ട്, അമുലിൻ്റെ ഉൽപ്പന്നം ഉപയോഗിക്കാത്ത ഒരു വീടും ഉണ്ടാവില്ല എന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു കൊറിയൻ ഉൽപ്പന്നം ഇല്ലാത്തൊരു വീടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വാഷിംഗ് മെഷീനായിട്ടോ കമ്പ്യൂട്ടറായിട്ടോ മൊബൈൽ ഫോണായിട്ടോ സാംസങ്, LG, അങ്ങനെ ഇല്ലേ, വാഹനങ്ങളിൽ കിയ, ഇങ്ങനെ എല്ലാം അറ്റ്ലീസ്റ്റ് ആ നഖം വെട്ടിയെങ്കിലും ആ കാണാൻ ഭംഗിയുള്ള ഒരു പൂവുള്ള നഖം വെട്ടി മെയ്ഡ് ഇൻ കൊറിയ നമുക്ക് കാണാമല്ലോ അത്. അപ്പോൾ ഒരു കൊറിയൻ ഉൽപ്പന്നം ഇല്ലാത്തൊരു വീടില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കൊറിയ വികസിച്ചു സാമ്പത്തികമായിട്ട്. ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ടെക്നോളജിയിൽ നിന്ന് പിന്നെ അതിൻ്റെ ഓപ്ഷൂട്ട്സായിട്ട്, അതിൽ നിന്ന് പേറ്റൻറ്റ്, പിന്നെ ഓപ്ഷൂട്ട്സായിട്ട് കമ്പനികൾ പിന്നെ വളരുന്നു. LG, സാംസങ് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വളർന്നു പോവുകയാണ്. ഇന്ന് ലോകത്ത് ബുർജ് ഖലീഫ ഉണ്ടാക്കിയത് കൊറിയക്കാർ, അതിൻ്റെ കോൺട്രാക്റ്റ് കിട്ടിയ കൊറിയൻ കമ്പനികൾ. ലോകത്തെ ഏറ്റവും മികച്ച കപ്പലുകൾ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, വലിയ ക്രെയിനുകൾ, എഞ്ചിനീയറിംഗ് ടെക്നോളജി, എല്ലാത്തിലും അവരങ്ങ് വികസിച്ചു. തമിഴ്നാടിൻ്റെ സൈസും തമിഴ്നാടിൻ്റെ ജനസംഖ്യയുള്ള, തമിഴ്നാടിൻ്റെ പകുതിയുള്ള റിസോഴ്സ് ഇല്ലാത്ത രാജ്യം വളർന്നു വരുന്നതായി. അപ്പം ഇന്ത്യക്ക് ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ എത്ര തമിഴ്നാടുകൾ ചേർന്നതാണ്. അപ്പോൾ എന്തിനാണ് ഈ സംസ്ഥാനമായിട്ട് തിരിച്ചേക്കണേ? അതെന്തിനാ വെച്ചാൽ വികേന്ദ്രീകരണത്തിൽ കൂടെ വികസനം ഉറപ്പാക്കാനാണ്. അല്ലാതെ ഫെഡറലിസവും അതും ഇതും പറഞ്ഞുകൊണ്ട് കേന്ദ്രമായിട്ട് അടിവെച്ച് കടമെടുപ്പിൻ്റെ പുറത്ത് പോകാനല്ല. വികേന്ദ്രീകൃതമായിട്ട് വികസിക്കുക. ആ വികസിക്കാനുള്ള വഴികൾ സംസ്ഥാനം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി ഓരോ സംസ്ഥാനത്തിനും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഇപ്പം സിംഗപ്പൂരിൻ്റെ പൊട്ടൻഷ്യൽ ആയിരിക്കില്ല കൊറിയയുടെ പൊട്ടൻഷ്യൽ, അതിൻ്റെ പൊട്ടൻഷ്യൽ ആയിരിക്കില്ല സ്വീഡൻ്റെ, അതിൻ്റെ ആയിരിക്കില്ല നോർവേ. ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും. കാരണം കാലാവസ്ഥ വ്യത്യാസം ഉണ്ടാവും, അവരുടെ ജിയോളജി വ്യത്യാസം ഉണ്ടാകും, അവരുടെ ജിയോ പൊളിറ്റിക്കൽ സെനറിയോ വ്യത്യാസം ഉണ്ടാകും. അപ്പം നമ്മുടെ ഇവിടെയും ശരി, ഇന്ത്യ ആസ് എ വൺ, നമുക്കൊറ്റ ജിയോ പൊളിറ്റിക്സേ ഉള്ളൂ. പക്ഷേ ജിയോളജിയിലെ വ്യത്യാസങ്ങളുണ്ട്, അതനുസരിച്ച് കാർഷികോൽപ്പന്നങ്ങളുടെ വ്യത്യാസമുണ്ട്, അവിടെ വരാവുന്ന വികസനങ്ങളുടെ ടൈപ്പ് വ്യത്യാസമുണ്ട്. ആത്യന്തികമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഗവൺമെൻറ്റുകൾ നാട് ക്ലീൻ ആയിരിക്കണം എന്ന് ഉറപ്പാക്കണം, എങ്കിലേ ടൂറിസം നേരെയാവുള്ളൂ. 2, നാട്ടുകാർക്ക് പ്രോപ്പർ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റണം, ആരോഗ്യ പരിപാലനം പറ്റണം. ഇത്രയും കാര്യങ്ങൾ ഉറപ്പാക്കി വെച്ചിട്ട് ബാക്കി വികസനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങുന്നതിന് തൊഴിൽ കിട്ടണം. അവൻ വേറൊരു നാട്ടിൽ പോയി നരകിക്കേണ്ട ആവശ്യമില്ല, അവനവിടെ തൊഴിൽ കിട്ടണം, അവൻ അവിടെ തന്നെ നിൽക്കാൻ പറ്റണം, അവൻ്റെ സ്വത്വവും തനിയും സംസ്കാരവും പരീക്ഷിക്കാൻ പറ്റണം, അതിന് വേണ്ടുന്ന വരുമാനം അവനുണ്ടാവണം. ഇത് ഉറപ്പാക്കുമ്പോഴാണ് അലഞ്ഞ് നടന്ന് വല്ല നാട്ടിലും പോയി ജോലി ചെയ്യാത്ത, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ലാതെ സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിൽ വികസനം ഉണ്ടാക്കി മറ്റു നാടുകൾക്ക് മാതൃകയാവുന്നൊരു ജനത ഉണ്ടാവുന്നത്. അത് ഉണ്ടാവണമെങ്കിൽ യോഗി ആദിത്യനെ പോലെ വീക്ഷണമുള്ള ഭരണകർത്താക്കൾ തന്നെ. അവർ സിംഗപ്പൂരിനെ മാതൃകയാക്കും. നാളെ ഒരു കാലത്ത് സിംഗപ്പൂർ UP മാതൃകയാക്കി വരും. അങ്ങനെ ആക്കണമെങ്കിൽ നമുക്ക് ഇന്നൊരു മാതൃക എടുക്കേണ്ടി വരും. തൽക്കാലം അദ്ദേഹം സിംഗപ്പൂരിനെ മാതൃകയാക്കി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് UP ഈസ് നോട്ട് ഗോയിങ് ടു ബിക്കം കംപ്ലീറ്റ് സിംഗപ്പൂരിൽ അതിൻ്റെ ഭാഗമാവുന്നു എന്നല്ല, ഒരിക്കലുമല്ല. പകരം സിംഗപ്പൂരിൻ്റെയും പല നാടുകളുടെയും വികസന മാതൃകകളുടെ നല്ല ഗുണങ്ങൾ നമ്മൾ സ്വാംശീകരിക്കും. എന്നിട്ട് നാളെ ആ നാടുകളിലേക്കാളും വലിയ വികസനവും ഉയർച്ചയും നമുക്കുണ്ടാകും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് വികസന പാതയിലാണ്. ഇന്ന് ലോകം മുഴുവൻ ആരാധനയോടെ ഉറ്റുനോക്കുന്ന ഒരു നേതാവ് ഇന്ത്യ ഭരിക്കുകയാണ്, നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ഉദ്ദേശിക്കുന്ന വികസനം താഴെത്തട്ടിലേക്ക് എത്തണമെങ്കിൽ ആ വികസനം നടപ്പാക്കാൻ പറ്റിയ മുഖ്യമന്ത്രിമാർ അതായത് സംസ്ഥാനങ്ങൾ ഭരിക്കണം. അത്തരം ഒരാളാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്തായാലും രാഷ്ട്രീയ പാർട്ടി ഒന്നാണ്, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അവർ തമ്മിൽ ഒരേ രീതിയിൽ ഒരേ ഹാർമണിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്ന വികസനം താഴെത്തട്ടിൽ എത്തുള്ളൂ. ഇത് രാജ്യതലത്തിൽ വികസനം വേണം, സംസ്ഥാന തലത്തിൽ വേണം, ജില്ലാ തലത്തിൽ വേണം, ഇന്ന് പഞ്ചായത്ത് തലത്തിൽ വരെ വികസനം നടക്കണം. ഏതൊക്കെയാണോ ജനാധിപത്യത്തിൻ്റെ താഴേക്ക് ആയിട്ട് വികേന്ദ്രീകരണത്തിന് വേണ്ടി യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ഓരോ യൂണിറ്റും വികസിക്കപ്പെടണം. അപ്പോൾ മാത്രമേ ഇത് പൂർണ്ണമാവുള്ളൂ. അതിലേറ്റവും പ്രധാനം കേന്ദ്ര ഗവൺമെൻറ് നയങ്ങളും സംസ്ഥാന ഗവൺമെൻറ് നയങ്ങളുമാണ്. ഇത് രണ്ടിനുമുള്ള ഒരു വളരെ വലുതാണ്, എങ്കിൽ മാത്രമേ പിന്നെയും താഴേക്കിടയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുക, അവർക്ക് നല്ല ജോലികൾ ലഭിക്കുക, സംസ്ഥാനത്തിന് വ്യാവസായിക വരുമാനം ഉണ്ടാകുക, ഇത് മൂന്നുമാണ് യോഗി ആദിത്യനാഥ് ഇവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആ ലക്ഷ്യം ഉദ്ദേശിച്ചാണ് അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോയതും അവിടുന്ന് വ്യവസായികളെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നതും
അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ മാതൃകകൾ, അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാതൃകകൾ ഇന്ത്യയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. സിംഗപ്പൂർ സിറ്റി എന്ന പോലെ വികസനത്തിൻ്റെ, വ്യവസായത്തിൻ്റെ ഒരു സിറ്റി ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിൽ അദ്ദേഹം വിജയിക്കുന്ന ഉറപ്പുണ്ട്. അതിൽ ഇന്ത്യ അദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്.